നമസ്കാരം, ഷാംസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലുള്ള ഒരു അടിപൊളി കെനൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഈ കെനലിൻ്റെ പേര് ഗോൾഡൻ ഷെപ്പേർഡ് എന്നാണ്. സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനാണ് ഈ ഒരു കെനൽ നടത്തുന്നത്. പേരുപോലെ തന്നെ ഗോൾഡൻ റിട്രീവറിനെയും അതുപോലെ തന്നെ ജർമ്മൻ ഷെപ്പേർഡിനെയും പരിപാലിക്കുന്ന ഒരു കെനലാണ് ഗോൾഡൻ ഷെപ്പേർഡ് കെനൽ. അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള ഗോൾഡൻ റിട്രീവറിൻ്റെ അതുപോലെ തന്നെ ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ഒക്കെ പപ്പീസ് അതുപോലെ തന്നെ നല്ല സ്റ്റഡ് സർവീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു കെനലായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ല കുറേ സ്റ്റഡ് മെയിൽസും അതുപോലെ തന്നെ നല്ല കുറേ ഫീമെയിൽ സ്റ്റോക്കും ഇവരുടെ കെനലിലുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഗോൾഡൻ ഷെപ്പേർഡ് കെനലിലെ വിശേഷങ്ങൾ നമുക്ക് സിദ്ധാർത്ഥിനോട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു അടിപൊളി ഒരു പെറ്റ് ഷോപ്പ് പരിചയപ്പെടുത്താറുണ്ട്. ഈ ഒരു പെറ്റ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ പൊന്നാനിയിൽ CV ജംഗ്ഷനിലാണ്. ഈ പെറ്റ് ഷോപ്പിൻ്റെ പേര് മാപ്പാല പെറ്റ്സ് വേൾഡ് എന്നാണ്. നിങ്ങളുടെ പെറ്റ്സ് എന്ത് തന്നെ ആയിക്കോട്ടെ, ക്യാറ്റ്, ബേഡ്, ഡോഗ്, ഫിഷ് എന്ത് തന്നെയായാലും അതിനെല്ലാം വേണ്ട പ്രോഡക്ട്സ്, അതായത് ഫുഡ്, ആക്സസറീസ്, സപ്ലിമെൻറ്റ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ ഈ ഒരു ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. മാത്രമല്ല നിങ്ങളുടെ ബഡ്ജറ്റിനുള്ളിൽ നിൽക്കുന്നതും അതുപോലെ തന്നെ ടോപ്പ് ക്വാളിറ്റി ഇൻ്റർനാഷണൽ ബ്രാൻഡഡ് പ്രോഡക്ട്സും എല്ലാം തന്നെ ഈ ഒരു ഷോപ്പിൽ ലഭ്യമാണ്. അപ്പോൾ മലപ്പുറത്തുള്ള എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പൊന്നാനിയിലുള്ള ഈ ഒരു ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ, മപ്പാല പെറ്റ്സ് വേൾഡിൻ്റെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പെറ്റ്സിന് വേണ്ട കംപ്ലീറ്റ് തിങ്സും വാങ്ങിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ദൂര സ്ഥലങ്ങളിലുള്ളവർക്ക് ഇവരുടെ ഓൺലൈൻ ഡെലിവറി ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. അതായത് ഇന്ത്യയിൽ എവിടെ നിന്നാലും നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാവുന്നതാണ്. ഡെലിവറി സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടാകുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ സൈറ്റുകളിൽ ലഭിക്കുന്ന റേറ്റിനേക്കാട്ടിൽ വളരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പെറ്റ്സിന് വേണ്ട പ്രോഡക്ട്സ് ഈ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി നമ്മുടെ വീഡിയോയിലോട്ട് ഡയറക്റ്റായിട്ട് പോകാം. ഹലോ, എൻ്റെ പേര് സിദ്ധാർത്ഥ്, ഇതെൻ്റെ ഏട്ടൻ പ്രദോഷ്. നമ്മൾ രണ്ടുപേരും കൂടിയാണ് ഈ കെനൽ കൊണ്ടുപോകുന്നത്. നമ്മളെ സ്ഥലം തളിപ്പറമ്പാണ്, കണ്ണൂർ ജില്ലയിൽ. പിന്നെ ഉള്ളത് നമ്മൾ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ജർമ്മൻ ഷെപ്പേർഡും പിന്നെ ഗോൾഡൻ റിട്രീവറുമാണ്. ജർമ്മൻ ഷെപ്പേർഡിൻ്റെ 8ഓളം ഫീമെയിൽസ് ഉണ്ട് നമ്മളെ കയ്യിൽ, സർട്ടിഫൈഡ് ആണ്. പിന്നെ 5 മെയിൽസും ഉണ്ട്. ഇവൻ നമ്മളൊരു മെയിലാണ്, ഇപ്പോൾ പുതിയതായിട്ട് നമ്മളെ കെനലിലേക്ക് വന്നതാണ്. ഇവൻ്റെ പേര് ധീരൻ. ഇവൻ ഡബിൾ സൈഡ് ഇമ്പോർട്ടൻ്റ് കുട്ടിയാണ്. ഓക്കെ, പിന്നെ വേറെ 4 മെയിൽസും നമ്മളെ കയ്യിലുണ്ട്. നമ്മളെ കയ്യിൽ എല്ലാ ഡോഗ്സും സർട്ടിഫൈഡ് ആണ്. എല്ലാം ഇമ്പോർട്ടൻ്റ് സൺ, ഡോക്ടർ, പിന്നെ ഗ്രാൻഡ് ഡോട്ടേഴ്സുമാണ്. നമ്മുടെ കെന്നലിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ബ്രീഡിങ്ങും പിന്നെ സ്റ്റഡ് സർവീസുമാണ്. നമ്മുടെ കെന്നലിൽ ബോർഡിംഗ് ആയിട്ട് നമ്മൾ ചെയ്യാറില്ല. ബട്ട് നമ്മൾ സ്റ്റഡ് സർവീസിന് വരുന്ന ഫീമെയിൽസിനെ, അതായത് ലോങ് എന്നൊക്കെ വരുന്ന ഫീമെയിൽസിനെ നമ്മൾ ബോർഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ബോർഡ് ചെയ്തിട്ട് സ്റ്റഡ് സർവീസിന് ശേഷം നമ്മൾ അവരെ അതിൻ്റെ ഓണറെ ഏൽപ്പിക്കാറാണ് പതിവ്. പിന്നെ നമ്മൾ ബ്രീഡ് ചെയ്യുന്നത് നമ്മൾ പുറത്തും കൊണ്ടുപോയി ബ്രീഡ് ചെയ്യാറുണ്ട്. പുറത്തു കൊണ്ടുപോയി ബ്രീഡ് ചെയ്യാറെന്ന് ഉദ്ദേശിക്കുന്നത് ഇമ്പോർട്ടിലും പിന്നെ ചാമ്പ്യൻസിലൊക്കെയാണ് നമ്മളെ ഫീമെയിൽസിന് യൂസ് ചെയ്യാറ്. പിന്നെ നമ്മൾ ഓൺ മെയിൽസിൽ, അതായത് ഇപ്പോൾ നമ്മളൊരു ഫീമെയിലിനെ നമ്മൾ ധീരനിൽ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആൽബി എന്ന് പറയുന്ന ഫീമെയിലിനെ. അവൾ ഡാൻഡി ലൂയിസിൻ്റെയും പിന്നെ ഇറോസ് വോണ്ടർ ഫോർട്സ് ക്യാമറിൻ്റെ ഒക്കെ ലൈൻസ് വരുന്ന ഫീമെയിലാണ്. നല്ല പ്രൊഡ്യൂസറാണ്. മുന്നേ നമ്മൾ പുറത്തുനിന്നുള്ള ഒരു ഇമ്പോർട്ട് മെയിലായിരുന്നു യൂസ് ചെയ്തത്. ഇപ്രാവശ്യം നമ്മൾ നമ്മളെ ധീരയിൽ തന്നെ യൂസ് ചെയ്തു. ശരി. ഇപ്പോൾ പിന്നെ അവൾ മേറ്റ് ചെയ്തിപ്പോൾ കുറച്ചായിട്ടേ ഉള്ളൂ. പിന്നെ നമ്മളെ കയ്യിൽ വേറെ 7ഓളം ഫീമെയിൽസ് ഉണ്ട്. അതിൽ 2-3 ഫീമെയിൽസ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി മേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇമ്പോർട്ടിലും പിന്നെ ചാമ്പ്യനിലും ഒക്കെ നമ്മൾ മേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ മെയിലും യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സിധു, അതുപോലെ നമുക്കിപ്പം ധീരൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞു. ധീരൻ്റെ ഒരു പ്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം എങ്ങനെയുണ്ട്? ധീരൻ്റെ കാര്യം എന്ന് പറയുന്നത്, ധീരൻ നമ്മളെ കയ്യിലേക്ക് പുതിയതായിട്ട് വന്ന മെയിലാണ്. ഓൾമോസ്റ്റ് 1 മന്തേ ആയുള്ളൂ. എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ എടുത്തതാണ്. അവിടുന്ന് തന്നെ നല്ല പ്രൊഡ്യൂസറായിരുന്നു. 2 ലിറ്ററേ അവരെടുത്തിട്ടുള്ളൂ. അവൻ യങ് മെയിലാണ്. അപ്പോൾ അവർ 2 തവണ യൂസ് ചെയ്തിട്ടുള്ളൂ. അവനിങ്ങനെ യൂസ് ചെയ്ത് തുടങ്ങുന്നത്രേ. അവൻ്റെ പപ്പീസ് ഞാൻ കണ്ടെടുത്തോളം ലോങ് കോട്ട് തന്നെയാണ് അതിൽ മിക്കവാറും വീണ് കണ്ടിരിക്കുന്നത്. ലോങ് കോട്ടും പിന്നെ നല്ല ബോൺ സൈസുള്ള പപ്പീസാണ് കാണുന്നത്. ഇവൻ്റെ തന്നെ നല്ല ബോൺ സൈസും കറക്റ്റ് പിഗ്മെൻറ്റേഷനും പിന്നെ കളറും എല്ലാം ഇവൻ്റെ ഒത്തൊരു മെയിലാണ് ഇവൻ. അപ്പോൾ ആ ഒരു ഷോർട്ട് ടൈപ്പും പിന്നെ അത്യാവശ്യം ഫാൻസി ആയിട്ടുള്ള ഒരു മെയിലാണ് ധീരൻ. അവൻ്റെ പപ്പീസും ആ രീതിയിൽ തന്നെ അത്യാവശ്യം ഹെവി ആയിട്ട് നല്ല രീതിയിലാണ് വരുന്നത്. പിന്നെ നമ്മളെ ധീരൻ ഇവിടെ നല്ല ബ്ലാക്ക് മാസ്ക് ആണ് ധീരൻ്റെ. അതും അവൻ്റെ പപ്പീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവൻ അത്യാവശ്യം നല്ല ഹൈപ്പർ ആക്റ്റീവാണ് ആള്. നമുക്ക് ഇവൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഇവൻ്റെ ഒരു സ്റ്റഡ് ചാർജും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഇവൻ്റെ സ്റ്റഡ് ചാർജ് നമ്മൾ വാങ്ങിക്കുന്നത് 3000+ പപ്പിയാണ്. ഓക്കെ, ക്യാഷ് മേറ്റിംഗ് നമുക്ക് വരാറ് കുറവാണ്. നമ്മുടെ നാട്ടിലെല്ലാവരും പ്രിഫർ ചെയ്യുന്നത് പപ്പി ടേംസിൽ തന്നെയുള്ള മേറ്റിംഗ് ആണ്. അപ്പോൾ 2-3 സ്റ്റഡിങ് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവൻ കൂടാതെ വേറെ 4 മെയിൽസ് നമ്മളെ കയ്യിലുണ്ട്. ഓരോരോ പേർക്കും ഓരോരോ സ്റ്റഡ് ചാർജുമാണ്, ഡിഫറെൻറ്റ് ബ്ലഡ് ലൈൻസും ആണ്. ഒന്നും കോമൺ ആയ ബ്ലഡ് ലൈൻസ് നമ്മളെ കയ്യിലില്ല. കാരണം നമ്മളെ വീട്ടിൽ മീറ്റ് ചെയ്യാൻ വരുന്ന ഒരാൾക്ക് ചൂസ് ചെയ്യാൻ പറ്റണം. നമ്മൾ 5 മെയിൽസ് നിന്ന് ഏതിന് വേണമെങ്കിലും അവർക്ക് ചൂസ് ചെയ്യാം. ഇപ്പം ധീരനെ നമ്മൾ വിടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മൾ അപ്രൂവ് ചെയ്ത ഫീമെയിൽസിനെ നമ്മൾ അവനെ മീറ്റിങ്ങിന് വിടാറുള്ളൂ. നമ്മളതിൽ അജു ഉണ്ട്, വേറെ ലിയോ ഉണ്ട്. അവരൊക്കെ നമ്മൾ വന്ന് സെലക്ട് ചെയ്യാം. ഫീമെയിൽ പാർട്ടിക്ക് വന്ന് സെലക്ട് ചെയ്യാം. നമ്മളവരെ അവർക്ക് താല്പര്യം ഏത് മെയിലാണോ അതിനെ കൊണ്ട് മേറ്റ് ചെയ്യും.
ഇവൻ ഓൾമോസ്റ്റ് നമ്മളെടുക്ക് വന്നിട്ട് 1 ഇയറോളായി. അപ്പോൾ നമ്മളെടുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് തരുന്നൊരു മെയിലും കൂടിയാണ്. പുറത്തുനിന്ന് അത്യാവശ്യം നല്ല സ്റ്റഡിങ് നമുക്ക് അജുവിന് വരാറുണ്ട്. പിന്നെ ഇവൻ്റെ കുട്ടികളെ നമ്മളിന്നൊന്നിനെ കാണിക്കാം കുറച്ച് കഴിയുമ്പോൾ. കാരണം അത്യാവശ്യം നല്ല പ്രൊഡക്ഷനാണ്. പിന്നെ ഇവൻ്റെ കളർ നല്ല റിച്ച് ടാനാണ് ഇവൻ്റെ കളർ. ഇവൻ്റെ പപ്പീസിനും അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു കളർ കിട്ടുന്നുണ്ട്. പിന്നെ ഇവന് അത്യാവശ്യം നമുക്ക് നല്ലോണം പ്രൊഡ്യൂസ് ചെയ്ത് തരുന്നൊരു മെയിലാണ് അജു. പിന്നെ മേറ്റിങ്ങിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നല്ല ഫാസ്റ്റ് മേറ്റിംഗ് ആണ് ഇവൻ. പിന്നെ കുറേ അതായത് ഇപ്പോൾ ഓരോരോ വെജൈന ഡെവലപ്മെൻറ്റ് ഇല്ലാത്ത കേസും പിന്നെ അത്യാവശ്യം എവിടുന്നേലും നടക്കാതെ വരുന്ന കേസൊക്കെ മേറ്റ് ചെയ്യാൻ അജു നമ്മളെ ഒത്തിരി സഹായിച്ചിട്ടുള്ളൊരു മെയിലാണ് അജു. ഇവൻ്റെ ഒരു പൊതുവെ എൻ്റെ ഒരു ക്യാരക്ടറും കാര്യങ്ങളെല്ലാം എങ്ങനെയുണ്ട്? ഇവൻ്റെ ക്യാരക്ടർ നല്ല ടെമ്പറുള്ള ഡോഗാണ്. അത്യാവശ്യം നല്ല ഗാർഡ് പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഡോഗാണ് അജുവിൻ്റെ. അതും അവൻ്റെ പ്രൊഡക്ഷനിലും ആ ഒരു 3-4 മാസമാകും തന്നെ പപ്പീസ് നമ്മളെ കസ്റ്റമേഴ്സ് ഫീഡ്ബാക്ക് തരാറുണ്ട്. നല്ല ഗാർഡിങ് ടെൻഡൻസിയിലെ ഡോഗ്സ് ആണെന്ന്. നല്ല ആക്റ്റീവായിട്ടുള്ള പപ്പീസാണ്. പിന്നെ എൻ്റെ ഐൻസും കാര്യങ്ങളെല്ലാം നല്ല സ്ട്രോങ് ആണ് ഇവൻ മൊത്തത്തിൽ. ബ്ലഡ് ലൈനൊക്കെ വരുന്നത് എങ്ങനെ? ഇവൻ്റെ ബ്ലഡ് ലൈൻ വരുന്നത് വൈൽഡ് സ്ട്രോപ്സ് കെന്നലിലെ ശക്തികുമാർ അവരുടെ ഫസ്റ്റ് ബ്രെഡ് ഇൻ ഇന്ത്യ V1 ഡോഗ് ഉണ്ട്, ഇന്ത്യൻ ചാമ്പ്യൻ തേജസ് ഫ്ലിക്കിൻ്റെ ഗ്രാൻഡ് സൺ ആണ് ഇവൻ അജു. നല്ല ലൈൻസാണ് ഇവർ. ലൈൻസ് പൊതുവേ അത്യാവശ്യം നല്ല സ്ട്രോങ് ലൈൻസാണ് മൊത്തത്തിൽ. ഹൈൻസ് ആയാലെല്ലാം നല്ല സ്ട്രോങ് ആണ്. ഡോഗ്സ് ഹെവി അല്ല, അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്ത ബോഡിയാണ് ഇവരത്. അങ്ങനെ ഒരു ഫാൾട്ട് വരാത്തൊരു ടൈപ്പ് ഡോഗ്സാണ്. ഇവൻ നമ്മളിപ്പോൾ കാണിച്ച മെയിൽ അർജുൻ്റെ കുട്ടിയാണ്. ഇത് ഇപ്പോൾ 2 months ആയി കുട്ടി. നമ്മൾ സ്റ്റഡ് കോപ്പിയാണിത്. നമുക്കിപ്പോൾ അർജുനെ പോലെ തന്നെ ഇയർ സെറ്റിംഗ് ഒക്കെ ഇപ്പോഴിൽ തന്നെ നല്ല രീതിയിൽ പോയിൻ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ അവൻ്റെ ടീത്തായാലും കാര്യങ്ങളൊക്കെ ആയാലും കറക്റ്റ് സിസർ ബൈറ്റ് തന്നെയാണ് വരുന്നത്. പിന്നെ കോട്ടിങ് നമുക്ക് കാണാം, അത്യാവശ്യം ലോങ് ഹെയർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു മെയിലാണ് അർജുൻ. പിന്നെ അതിൻ്റെ കളറിൻ്റെ ആയാലും പിഗ്മെൻറ്റേഷൻ്റെ കാര്യമായാലും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഈ ഒരു പപ്പിയുടെ ക്വാളിറ്റി. അർജുൻ അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിരുന്നൊരു മെയിലാണ് അജു. നമ്മൾ കെന്നലിൽ നമ്മൾ പപ്പീസിനെ കൊടുക്കുന്നത് 45 days തൊട്ട് എബോവ് ആയ പപ്പീസിനെയാണ് നമ്മൾ എപ്പോഴും കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ബ്രീഡിങ് ആയാലും ഈവൻ നമ്മൾ സ്റ്റഡ് പപ്പീസ് ആയാലും 45 days വരെ മദറിൻ്റെ മിൽക്ക് കുടിച്ച് അത്യാവശ്യം ഇമ്മ്യൂണിറ്റിയൊക്കെ ആർജിച്ച ശേഷം നമ്മൾ പപ്പീസിനെ കൊടുക്കുന്നതാണ്. അതും വാക്സിനേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പപ്പീസിനെ കൊടുക്കുന്നത്. മദറിൻ്റെ മിൽക്ക് കുടിക്കുമ്പോൾ തന്നെ നമുക്ക് പപ്പീസിന് തീർച്ചയായിട്ടും നല്ലൊരു ഇമ്മ്യൂണിറ്റി കിട്ടും. പലവിധ രോഗങ്ങളിൽ നിന്ന് അവർക്ക് പ്രതിരോധശേഷി ആർജിക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് കഴിയും. അപ്പോൾ നമ്മൾ മാക്സിമം 45 days തൊട്ട് അങ്ങോട്ട് കൊടുക്കാനാണ് നമ്മളെ ഏറ്റവും വലിയ ശ്രമം. ഇവൻ ലിയോ നമ്മളെ മെയിൻ സ്റ്റഡ് ഡോഗ്സിലൊന്നാണ് ഇവൻ. ഇവൻ്റെ മദർ നല്ലൊരു ലോങ് കോട്ട് ബിച്ചായിരുന്നു. പിന്നെ ഇവൻ്റെ ഫാദർ പക്ക ഷോർട്ട് കോട്ടാണ്, ഇമ്പോർട്ടുമാണ്. ഇവൻ ഇമ്പോർട്ടിൻ്റെ കുട്ടിയാണ് ബേസിക്കലി. അപ്പോൾ ഇവൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ ലോങ് കോട്ടും പിന്നെ ഷോർട്ട് കോട്ടും വീഴാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല ഹെഡ് സൈസുള്ള പപ്പീസിനെ നമുക്ക് ഇവൻ്റെ പ്രൊഡക്ഷനിൽ കിട്ടാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ല ആംഗുലേഷനും പിന്നെ ബോൺ സൈസൊക്കെ ഉള്ള പപ്പീസിനെ കിട്ടാറുണ്ട്. ഇവൻ നമ്മുടെ മറ്റൊരു സ്റ്റഡ് ഡോഗാണ് ജാക്കി. അത്യാവശ്യം പെറ്റ് ക്വാളിറ്റി നോക്കി വരുന്നവരിക്കും പിന്നെ വീട്ടിൽ പെറ്റായിട്ട് പോരേണ്ടവർക്കെല്ലാം നമ്മൾ മേറ്റ് ചെയ്ത് കൊടുക്കുന്നൊരു മെയിലാണ് ജാക്കി. അത്യാവശ്യം നല്ല ഹെയറി പപ്പീസിനെയും പിന്നെ നല്ല ബൾക്കായിട്ടുള്ള പപ്പീസിനെ, അതായത് നല്ല ഉരുണ്ട് നിൽക്കുന്ന പപ്പീസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മളെ ജാക്കിക്ക് പറ്റും. അപ്പോൾ ഇവൻ്റെ കുട്ടികൾക്ക് നമ്മുടെ നാട്ടിൽ നല്ല എൻക്വയറിയാണ്. നല്ല ഹെയറിയും പിന്നെ നല്ല ബോൺ സൈസും നല്ല ഉരുണ്ട് നിൽക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇവൻ്റെ ഓഫീസിന് ആ രീതിയിൽ നമുക്ക് എൻക്വയറി വരാറുണ്ട്. ശരി ബ്രോ, ഇപ്പോൾ നമ്മളിപ്പോൾ കുറേ സ്റ്റഡ് ഡോഗ്സിനെ പരിചയപ്പെട്ടു. നിങ്ങളിപ്പോൾ ഈ ഒരു കെന്നലിൽ ഈ സ്റ്റഡ് ഡോഗ്സിനെ എല്ലാം എങ്ങനെയാണ് കെയർ ചെയ്യുന്നത്? അല്ലെന്നുണ്ടെങ്കിൽ ഈ ഫീമെയിൽ ഡോഗ്സും ഉണ്ട്, ഇപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു കെയറിങ്ങും കാര്യങ്ങളെല്ലാം എങ്ങനെയാണ്? നമ്മളെ സ്റ്റഡ് ഡോഗ്സിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ്, അതായത് ഒരു ക്വാളിറ്റി ഡയറ്റ് തന്നെയാണ് നമ്മൾ സ്റ്റഡ് ഡോഗ്സിന് എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ വർക്കൗട്ടും നമ്മൾ ആ രീതിയിൽ തന്നെ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ഏർലി മോർണിംഗ് നമ്മൾ എന്തായാലും ഒരു വർക്കൗട്ട് നമ്മളെ സ്റ്റഡ് ഡോഗ്സിന് സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ അവർക്ക് നമ്മൾ മുട്ട പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരിക്കലും നമ്മൾ ഓവർ ഫീഡിങ്ങിലേക്ക് പോകാറില്ല സ്റ്റഡ് ഡോഗ്സിൻ്റെ കേസിൽ. കാരണം അത് നമ്മളെ അവരെ സ്റ്റഡിങ്ങിനെ ആയാലും മൗണ്ടിങ്ങിനെ ആയാലും അതെപ്പോഴും ബാധിക്കുന്ന കേസ് കുറേ ആൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മളെ അനുഭവത്തിൽ നമുക്കില്ല. കാരണം ഓവറായിട്ട് വെയിറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ അനുഭവത്തിൽ നമുക്കതില്ല. കാരണം നമ്മൾ ആ ഒരു ഫോളോ ചെയ്ത് പോകുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് എക്സ്പേർട്സ് പറഞ്ഞു തന്നു. അത് നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നം ഇതുവരെ നമ്മളെ അലർത്തിയിട്ടില്ല. നമുക്ക് അത്യാവശ്യം 5 മെയിലുള്ളതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും നമ്മളൊരു മെയിലിനും ഓവർലോഡ് ഫീൽ ചെയ്യാറില്ല. കാരണം അതുകൊണ്ട് തന്നെ നമുക്ക് റിസൾട്ടിൻ്റെ കാര്യത്തിലും യാതൊരു മിസ്സിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഒരാൾ വരുമ്പോൾ 5 മെയിൽസ് ഉണ്ട്, ഏതിനെ വേണേലും ചൂസ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിനായാലും അവർ ഹാപ്പിയാണ്. പിന്നെ റിസൾട്ടിൻ്റെ കാര്യത്തിലും യാതൊരു പ്രശ്നങ്ങളും ഇല്ല, അല്ലെങ്കിൽ മെയിലിന് ഓവർലോഡോ കാര്യങ്ങളോ ഒന്നുമില്ല.
അപ്പോൾ നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് പോകാൻ നമ്മളെ എല്ലാ മെയിൽസിനും ഇപ്പോൾ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ 5 മെയിൽസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണവും അത് തന്നെയാണ്. നമ്മളിപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പ്രോഗ്രാമിലേക്കായാലും അല്ലെങ്കിൽ സ്റ്റഡ് സർവീസിലേക്കായാലും വന്നിട്ട് വളരെ ചുരുക്കം കാലമായിട്ടുള്ളൂ, ഓൾമോസ്റ്റ് 2 years. എങ്കിൽ കൂടി നമുക്ക് നല്ല പപ്പീസിനെ കൊടുക്കാനും പിന്നെ അത്യാവശ്യം നല്ല സ്റ്റഡ് മെയിൽസിനെ കീപ്പ് ചെയ്യാനും നമുക്ക് പറ്റുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നിൽ നമുക്ക് ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഗുരുസ്ഥാനത്ത് നിന്ന് പാലക്കാട്ടിലെ ബാബുവട്ടനായാലും പിന്നെ ജയസേനാട്ടൻ, ഗുരുസ്ഥാനത്ത് നിന്ന് നമ്മളെ എപ്പോഴും അഡ്വൈസ് തരാനായാലും അല്ലെ എന്ത് ഹെൽപ്പിന് വേണമെങ്കിലും ജയസേനാട്ടൻ നമ്മളെ കൂടെ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ എറണാകുളത്തിലെ അർജുൻ ചെറായി, പുള്ളിക്കാരൻ തന്നെ ഏത് ബ്രീഡിൻ്റെ സ്റ്റാൻഡേർഡ് വേണേലും, അതായത് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ സ്റ്റാൻഡേർഡ് ആയാലും അവരെ ക്വാളിറ്റി എങ്ങനെ, ഡോഗിനെ എങ്ങനെ സെലക്ട് ചെയ്യാം, ആ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നത് മെയിനായിട്ടും അർജുൻ ചേട്ടനാണ്. പുള്ളിക്കാരൻ അത്യാവശ്യം നല്ലൊരു ബ്രീഡറാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ സജഷൻ എപ്പോഴും നമുക്ക് വാല്യബിളായി തോന്നാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കെന്നലൊരു ഡെവലപ്മെൻറ്റ് പ്രോസസ്സിലാണ്. വളരെ ചുരുക്കം കാലം കൊണ്ട് തന്നെ നമുക്കൊരു ഡോഗിനെ ഇമ്പോർട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാനും എൻ്റെ ബ്രദറും നിൽക്കുന്നത്. അപ്പോൾ ഈവൻ നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ എല്ലാവരും സപ്പോർട്ട് കൊണ്ടും നല്ലൊരു ഫീഡ്ബാക്ക് കൊണ്ടും നമുക്കതിനുള്ള ധൈര്യം നമ്മളിപ്പോൾ ആർജിച്ചു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും വളരെ വിത്തിൻ എ ഷോർട്ട് സ്പാൻ നമ്മൾ ഡോഗ്സിനെ കുറച്ചും കൂടെ ക്വാളിറ്റിയുള്ള ഡോഗ്സിനെ നമ്മളെ കെന്നലിലേക്ക് കൊണ്ടുവരും. കസ്റ്റമേഴ്സിനെ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലെ പപ്പീസിനെ അവൈലബിൾ ആക്കാനും നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും.